ചെന്നിത്തല നവോദയ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണം ആത്മഹത്യയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിഷാദം ആത്മഹത്യയിലേക്ക് നയിച്ചെന്ന പ്രാഥമിക നിഗമനം. നേഹയുടെ ഡയറിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടെന്ന സൂചന. ആത്മഹത്യാക്കുറിപ്പെന്ന് കരുതുന്ന വിവരവും ഡയറിയിൽ നിന്ന് ലഭിച്ചതായി പോലീസ്. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാണ്. ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിന് ജയിൽ മോചനം അനുവദിച്ചു. സർക്കാരിന്റെ ശുപാർശ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അംഗീകരിച്ചു. മാനുഷിക പരിഗണന, കുടുംബിനി എന്നീ കാര്യങ്ങൾ പരിഗണിച്ചാണ് നടപടി. ആദ്യഘട്ടത്തിൽ സർക്കാരിന്റെ പട്ടിക ഗവർണർ തിരിച്ചയച്ചിരുന്നു. ഷെറിനടക്കം 11 പേർക്കാണ് ശിക്ഷാ ഇളവ്. കനേഡിയൻ ഉത്പന്നങ്ങൾക്ക് 35% പകരം തീരുവ ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2025 ഓഗസ്റ്റ് 1 മുതൽ കാനഡയിൽ നിന്ന് US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉത്പന്നങ്ങൾക്ക് തീരുവ ബാധകമാകും. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിക് ട്രംപ് കത്തയച്ചു. കാനഡയുമായുള്ള വ്യാപാര ബന്ധം US തുടരുമെന്നും പുതുക്കിയ നിയമങ്ങൾക്ക് വിധേയമായിരിക്കുമെന്നും ട്രംപ് അറിയിച്ചു. കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ BJP അംഗങ്ങൾ ഹൈക്കോടതിയിലേക്ക്. സർവകലാശാലയുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കണമെന്ന ആവശ്യം. സസ്പെൻഷനിലുള്ള രജിസ്ട്രാർ അനധികൃതമായ ഓഫീസിൽ പ്രവേശിച്ചെന്നും രേഖകൾ കടത്തിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നും കാണിച്ചാണ് നീക്കം. ഗുജറാത്ത് വഡോദരയിൽ പാലം തകർന്ന് നിരവധി പേർ മരിച്ച സംഭവത്തിൽ 4 എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്ത് ഗുജറാത്ത് മുഖ്യമന്ത്രി. പാലം തകർന്ന് 17 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപകടത്തെക്കുറിച്ച് പഠിച്ച കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. സംസ്ഥാനത്തെ പാലങ്ങളുടെ സുരക്ഷാ പരിശോധന നടത്താനും നിർദ്ദേശം. പാലം അപകടാവസ്ഥയിലാണെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും ദേശീയപാത അതോറിറ്റിയും സംസ്ഥാന സർക്കാരും നിരുത്തരവാദപരമായി പെരുമാറിയെന്ന് കോൺഗ്രസ് ആരോപണം. ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ നാളെ മുതൽ വീണ്ടും മഴ കനക്കും. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റന്നാൾ എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഇന്ന് ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പില്ല. അതേസമയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. ദക്ഷിണ ത്രിപുര ജില്ലയിൽ നിരവധി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. NDRF, SDRF സംഘങ്ങൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഹിമാചലിൽ 6 ജില്ലകളിൽ പ്രളയ മുന്നറിയിപ്പുണ്ട്. NTV UAE